ഞാൻ വന്നിട്ടുള്ളത് കൊള്ളി ഉപ്പേരി. ഞങ്ങളുടെ തൃശ്ശൂർ സൈഡിനൊക്കെ കൊള്ളി ഉപ്പേരി എന്നാണ് കേട്ടോ പറയാം. അത് മരച്ചീനി, നമ്മുടെ കപ്പ, ചില സൈഡിന് അങ്ങനെയൊക്കെ പറയും ഇതിന്. ഞങ്ങളുടെ അവിടേക്ക് കൊള്ളി എന്നാണ് പറയാം. അത് ഉപ്പേരി വെച്ചത്. ചില സൈഡിന് ഈ ഉപ്പേരി എന്നുള്ളത് മെഴുക്കുവരട്ടി എന്നും പറയും കേട്ടോ. ഇനിയിപ്പോ തൃശ്ശൂർ തന്നെ മെഴുക്കുവരട്ടി എന്ന് പറയണവരും ഉണ്ട്. എന്റെ വേണ്ടിയൊക്കെ സൈഡിന് ഉപ്പേരി എന്നാണ് പറയാം. പേട ടേസ്റ്റ് ആണ്, ഒന്നും പറയാനില്ല. പിന്നെ ഇതിൽ ഞാൻ ചേർത്തിരിക്കുന്ന മുളകിന്റെ അളവ് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു എരിവ്, അത്രയും ഞാൻ 2 ടീസ്പൂൺ എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് നല്ല സ്പൈസി ഇഷ്ടമുള്ളവരാണെങ്കിൽ 3-4 വരെ ആവാം. ഞാൻ ചിലപ്പോൾ 4 ടീസ്പൂൺ വരെയൊക്കെ ചേർക്കാറുണ്ട്. പിന്നെ നിങ്ങളിത് മീൻകറിയുടെ കൂടെ കഴിക്കാം, ചോറിന്റെ കൂടെ മാത്രമല്ല കേട്ടോ, മീൻകറിയുടെ കൂടെ ബെസ്റ്റ് ആണ് ഇത്. അപ്പൊ മീൻകറിയിൽ എരിവുള്ളതുകൊണ്ട് വേണമെങ്കിൽ ഇച്ചിരി എരിവ് കുറച്ച് ചേർത്താൽ മതി ഈ കൊള്ളി ഉപ്പേരിയുടെ നേരത്തെ കേട്ടോ. പിന്നെ ചോറിന്റെ കൂടെയാണെങ്കിൽ നല്ല അത്യാവശ്യം എരിവിട്ടിട്ട് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, കട്ടൻ ചായ. എന്റെ ദൈവമേ, ഒരു രക്ഷയെ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ. നല്ല തണുപ്പുള്ള സമയമൊക്കെ ആണെങ്കിൽ നിങ്ങളിത് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് നല്ല എരിവില് ഇത് ഉപ്പേരി കുത്തി കാച്ചിട്ട് നല്ല കട്ടൻ ചായയും ഇതും. എന്റെ ദൈവമേ, ആ എരിവ് വരുമ്പോണ്ടല്ലോ ഇങ്ങനെ നല്ല മധുരമുള്ള കട്ടൻ ചായ ആവണം കേട്ടോ. മധുരമുള്ള കട്ടൻ ചായയും ഈ കൊള്ളി എരിവ് വരുമ്പോൾ നമ്മൾ ആ കട്ടൻ ചായ കുടിക്കും. അപ്പൊ വീണ്ടും ഒരു ജാതി ടെംപ്റ്റേഷനെ വരിക, അത് ഇങ്ങനെ വാരി തിന്നാൻ വേണ്ടിയിട്ട്. അതൊരു രക്ഷയില്ല കേട്ടോ. അതൊക്കെ നല്ല രാത്രി അല്ലെങ്കിൽ നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത്. ഇപ്പൊ നാട്ടിലൊക്കെ നല്ല തണവുണ്ടല്ലോ രാത്രി സമയങ്ങളിലൊക്കെ, അപ്പോഴൊക്കെ ഇത് സൂപ്പറാണ് കഴിക്കാനായിട്ട്. അതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പിന്നെ ഈ റെസിപ്പി ഞാൻ പരിചയമില്ലാത്ത 2-3 പേർക്ക്, അതായത് തൃശ്ശൂർക്കാർക്ക് ഒരു വിധമൊക്കെ ഈ കുത്തിക്കാച്ചത് അറിയാം. അതറിയാത്ത കുറച്ച് പേർക്ക് ഞാൻ അത് പറഞ്ഞു കൊടുത്ത് 2-3 പേർക്ക് അത് ഭയങ്കര ഇഷ്ടമായി. അവർക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ചെയ്യാന്നുള്ളത്. കാരണം എന്താ വെച്ചാൽ കൊള്ളിയിൽ ഇച്ചിരി സ്പൈസി ഉണ്ടെങ്കിൽ സൂപ്പറാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് കൊള്ളി ഉപ്പേരി, തൃശ്ശൂർ സ്റ്റൈൽ കൊള്ളി ഉപ്പേരി, ചിലവർ പറയുന്ന പോലെ പറയാനാണെങ്കിൽ മെഴുക്കുവരട്ടി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ്, മറക്കരുത്. പിന്നെ ഞാൻ 2 വീഡിയോസ് ഇതിന്റെ പിന്നിൽ ഇപ്പൊ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മീമപ്പാസ്, പിന്നെ അതുപോലെ ഏതായിരുന്നു നമ്മുടെ കോഴിമുട്ട വരട്ടിയത്. അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അത് രണ്ടും അമ്മച്ചി സ്പെഷ്യലാണ്. ഇത് അമ്മച്ചി സ്പെഷ്യൽ ഒന്നല്ല, ഇത് തൃശ്ശൂർ സ്പെഷ്യലാണ്. അമ്മച്ചി ഇതുപോലെ തന്നെയാണ് വെക്കുക, ഇത് തൃശ്ശൂർ സ്പെഷ്യലാണ്. തൃശ്ശൂർക്കാരെല്ലാവരും ഇങ്ങനെയാണ് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അടിപൊളിയായിട്ടുള്ള കൊള്ളി ഉപ്പേരി തയ്യാറാക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കൊള്ളി ഉപ്പേരി തൃശ്ശൂർ സ്റ്റൈൽ എങ്ങനെ വെക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വീണ്ടും മൺചട്ടിയാണ് വെച്ചേക്കണേ കേട്ടോ. കാരണം എനിക്ക് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഡെയിലി കഴിക്കണതല്ലേ. അപ്പൊ ഈ നോൺ സ്റ്റിക്ക് ഒന്നും ബാക്കിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ഞാൻ എപ്പോഴും ഇതിലാണ് ചെയ്യാറ്, അത് തന്നെയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത്. നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് കണ്ട് മടുത്തെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ഇട്ടാൽ മതി. അങ്ങനെ ആകുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇത് മാറ്റാം. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതല്ലേ ഹെൽത്തി ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത്. എനിക്ക് ഇതിൽ ചെയ്യുമ്പോഴാണ് ഒരു തൃപ്തിയുള്ളൂ, അതാണ് കേട്ടോ. അപ്പൊ മൺചട്ടി നല്ല ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അത്യാവശ്യത്തിന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ ഞാൻ കാണിച്ചു തരാം, കുറച്ച് കറിവേപ്പിലയും ചുമന്നുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടിച്ചെടുത്തതാണിത്. കറിവേപ്പില ഇടിച്ചിട്ടില്ല കേട്ടോ, ചുവന്നുള്ളി ഇടിച്ചിട്ടുണ്ട്. ഒരു 4 അല്ലി ചുവന്നുള്ളിയും പിന്നെ ഒരു 4-5 അല്ലി വെള്ളുള്ളി. അതായത് വെളുത്തുള്ളി ഇത്തിരി കൂടി പോയാലും കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാൽ കൊള്ളി എന്ന് പറയുന്നത് ചിലവർക്ക് ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ വളരെ നല്ലതാണ് ഈ വെളുത്തുള്ളി. അപ്പൊ അത് ഇത്തിരി കൂടി പോയാലും കുഴപ്പമില്ല. ഇപ്പൊ ചുവന്നുള്ളി അതേ കൂടിയാലും കുറഞ്ഞാലും വലിയ വിരോധമുള്ള കാര്യമല്ല. അപ്പൊ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ആ വെള്ളുള്ളിയും ചുവന്നുള്ളിയൊക്കെ ഒന്ന് ചൂട് കയറിയിട്ടുണ്ട്. ആ നേരത്തെ നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതി, അധികം ഒന്നും വേണ്ട. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് വറ്റൽമുളകാണ്. ഇത് ഞങ്ങളുടെ അവിടെ ഇതിന് കുത്തിപ്പൊടിച്ച മുളക് എന്ന് പറയും. വറ്റൽമുളക് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ച് ഒരൊറ്റ പ്രാവശ്യം ഒരു പ്രാവശ്യം അടിച്ചാൽ മതി. അപ്പത്തേനും ഇങ്ങനെ ആയിക്കിട്ടും നമുക്ക് പൊടിഞ്ഞിട്ട്. നല്ല പൊടി പോലെ ആവരുത്, ഇതിന് തരി വേണം. ഇതൊരു 2 ടീസ്പൂണോളം നമുക്ക് ഈ വറ്റൽമുളക് പൊടിച്ചത് അതൊരു 2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ കൊള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. കപ്പ എന്നൊക്കെ പറയുന്ന കൊള്ളി ഞാൻ 1/2 കിലോനാണ് എടുത്തേക്കുന്നത്. ഇതൊരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഈ പൊടി. ഇനി ഇതിൽ കിടന്നിട്ട് ഈ ഉള്ളിയും ഈ കുത്തിപ്പൊടിച്ച മുളകൊക്കെ നല്ല ഒന്ന് വഴറ്റി നല്ല മൊരിഞ്ഞ് കിട്ടണം. നമുക്ക് നല്ല ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. ഇതേ കൊള്ളിപ്പേരിക്കുള്ള കൊള്ളി ഞാൻ വെള്ളം ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഒന്നും ഇതിലൊന്നും ചേർക്കണ്ട, ഉപ്പും വെള്ളവും മാത്രം മതി. ഇതൊന്ന് നല്ല നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് കടയിൽ നിന്ന് ഈ കുത്തിപ്പൊടിച്ച മുളക് പാക്കറ്റിൽ കിട്ടും.
നിങ്ങൾ അത് ചേർക്കാതിരിക്കാട്ടാവുന്നതും. അത് ഈ കാശ്മീരി ചില്ലിയാണ്, അപ്പൊ അതിന്റെ തോടിന് അധികം കനമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് കരിഞ്ഞ പോലെ ആവും ചെയ്യും. ഒരു പ്രത്യേക മണായിന് ഒന്നിനും കൊള്ളില്ല അത്. അപ്പോൾ നിങ്ങൾ ഈ നമ്മുടെ നാടൻ പച്ചമുളക് തന്നെ വീട്ടിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ചേർക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നല്ല രുചിയായിരിക്കും. ഇതിപ്പോ അത്യാവശ്യത്തിന് മൂത്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കൊള്ളി നമുക്ക് ഈ മൂപ്പിച്ച് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൊള്ളി ഞാൻ വെള്ളം ഊറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കൊള്ളി നമ്മൾ ആദ്യത്തെ വെള്ളം തിളച്ചത് ഊറ്റി കളഞ്ഞിട്ട് ഞാൻ രണ്ടാമത് വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി എടുത്തതാണ്. കാരണം ആ വെന്ത വെള്ളത്തിൽ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുക പണ്ടുള്ളവരൊക്കെ. കാരണം എന്താ വെച്ചാൽ അതിന്റെ ആ ഒരു മട്ട് എന്നൊക്കെ പറയാം, അതിന്റെ ഒരു കപ്പ് എന്നൊക്കെ പറഞ്ഞേക്കാം. ആ സാധനം നമ്മുടെ വയറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വയറുവേദന, ഛർദില് അങ്ങനെയൊക്കെ ഉണ്ടാവും പറയും. പക്ഷെ എനിക്കതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല. പക്ഷെ ആ ഒരു ഇത് അറിവുള്ളത് കൊണ്ട് ഇതെപ്പോഴും ഞാൻ തിളപ്പിച്ച് ഊറ്റാറുണ്ട് കൊള്ളി. അതുപോലെ ഊറ്റിയതാണ്. പക്ഷെ രണ്ടാമത്തെ വെള്ളം ഒഴിച്ചതിലത്തെ കുറച്ച് വെള്ളം അതിൽ ബാക്കി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഇത്തിരി വെള്ളത്തോട് കൂടി വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് തട്ടാൻ. എന്നിട്ട് ആ വെള്ളം ഇതിൽ തന്നെ കിടന്ന് വറ്റിക്കോളും. ഒന്ന് തീ കൂട്ടി വെച്ച് കൊടുക്കുക. ഞാൻ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം നമുക്ക്. ഞാനിത് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ള കൊള്ളിയാണ്. ഇനി ഈ നേരത്ത് നിങ്ങൾ ഉപ്പ് വേണമെന്ന് നോക്കുക. ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. കൊള്ളി വേവിക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ഉപ്പിടണം. അപ്പോൾ നോക്കിയിട്ട് ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. കൊള്ളി പിന്നെ അധികം വേവാവാതെ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നല്ലോണം വെന്ത് പോയി കഴിഞ്ഞാൽ ആ കൊട്ടയും പായസം പോലെ ഇതിലാകെ. അപ്പൊ നിങ്ങൾ കുക്കറിലൊന്നും ഇട്ട് ഈ കൊള്ളി വേവിക്കണ്ട. ശരിക്കും കുക്കറിലേക്കൊന്നുള്ളത് ഇല്ലേ ഈ കൊള്ളി. നമ്മൾ ആകെ കൂടിയിട്ട് ഒരു 5-10 മിനിറ്റ് നല്ല വെള്ളം തിളച്ച് കഴിഞ്ഞാൽ അതിൽ കിടന്ന് ആയിക്കോളും, നല്ല കൊള്ളിയാണെങ്കിൽ. അപ്പൊ കുക്കറിലൊന്നും ഇട്ടിട്ട് 2-3 വിസിലൊന്നും അടുപ്പിക്കാൻ നിൽക്കണ്ട. തുറന്ന അടുപ്പിൽ വെച്ചിട്ട് പാത്രത്തിൽ ഇട്ടിട്ട് നല്ല വേവിച്ചെടുത്താൽ മതി. ഇപ്പൊ നമ്മുടെ കൊള്ളിയിലത്തെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, ഇത്രയുള്ള പണി. ടപ്പേന്നെ പണി കഴിഞ്ഞു. എന്തിനാണ് വേറെ കുറെ കറിയൊക്കെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പറ ചോറുണ്ണാം. ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിലവര് മെഴുക്കുവരട്ടി എന്ന് പറയും ചില സൈഡിന്. ഞങ്ങളുടെ അവിടേക്കൊക്കെ ഇതിനെ കൊള്ളി ഉപ്പേരി എന്നാണ് കേട്ടോ പറയാം. ഇങ്ങനെ കുത്തിപ്പിടിച്ച മുളക് ഇടുന്നതിനെല്ലാം ഞങ്ങളുടെ അവിടേക്ക് ഉപ്പേരി എന്നാണ് പറയാ, തൃശ്ശൂർ സൈഡിന്. അപ്പൊ നമ്മുടെ കൊള്ളിപ്പേരി റെഡി ആയിട്ടുണ്ട്. ചിലപ്പോൾ തൃശ്ശൂർ സൈഡിന് മെഴുക്കുവരട്ടി എന്ന് പറയണവരും ഉണ്ടാവാട്ടോ, എനിക്കറിയില്ല. അപ്പൊ എന്റെ വീടിന്റെ സൈഡിലേക്കൊക്കെ ഉപ്പേരി എന്നാണ് ഇതിനെ പറയാ. അപ്പൊ നമ്മുടെ അടിപൊളി കൊള്ളി ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ല ഇഷ്ടം. ആവി കാരണം കാണാനില്ല അല്ലേ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഒരു ഇത്തിരി മേമ്പൊടിക്ക് വേണ്ടിയിട്ട് ഒരു തരി, അധികമൊന്നും വേണ്ട, പച്ചവെളിച്ചെണ്ണ. അതൊരു വീക്ക്നെസ് ആണ് എനിക്ക്. പച്ചവെളിച്ചെണ്ണ ഒരു തരി മേളിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു പ്രത്യേക മണമാണ് കേട്ടോ അത് ചേർത്ത് കൊടുക്കുക. ഒരു 4 വേപ്പില ഇട്ട് കൊടുത്താൽ നല്ല മണം വരും. അപ്പൊ നമ്മുടെ കൊള്ളി ഉപ്പേരി ഇവിടെ തൃശ്ശൂർ സ്റ്റൈൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം നമുക്ക്. കുത്തിപ്പൊടിച്ച മുളക്, നിങ്ങൾ ഈ കുത്തിപ്പൊടിച്ച മുളക് കടയിൽ നിന്ന് മേടിക്കാതെ വീട്ടിൽ തന്നെ പൊടിക്കാൻ ശ്രദ്ധിക്കാട്ടോ. കാരണം കടയിൽ നിന്ന് കിട്ടുന്നത് നമുക്ക് കാശ്മീരി ചില്ലി ആയിരിക്കും. അതായിരിക്കും കാശ്മീരി മുളകായിരിക്കും ഈ വറ്റൽ മുളക് ഇങ്ങനെ കുത്തിപ്പൊടിച്ച പോലെ കിട്ടുക. അത് നമ്മൾ ഇതിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മൂക്കും ചെയ്യും. ഇങ്ങനെ അതിന്റെ എല്ലയാ എന്നിട്ട് അതിന് പറയാം, അതിന്റെ തോട്, അതിന്റെ തോട്. അപ്പോൾ നിങ്ങളെല്ലാവരും ചിത്രോസ് റെസിപ്പീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇതേ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എഴുതിയിരിക്കുന്ന കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ വന്നത് കണ്ടോ, അതിലും ഒന്ന് ടച്ച് ചെയ്യണം. എന്നാലാണ് ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.